ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലാണിത്. ഇതിൽ അവ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിലൊക്കെ അടിച്ച് സീബം 2-3 പ്ലേറ്റ് ഇട്ടേ ചെയ്യണുള്ളൂ. എവൻ 5-6 പ്ലേറ്റ് ഇട്ട് ചെയ്യണ്. അതുകൊണ്ട് ഞാൻ കിടിലമാണ് എന്നുള്ളൊരു രീതിയിലാണ് അവ റീലിട്ടത്. ഒന്നെങ്കിൽ അവ റീച്ച് ആവാൻ വേണ്ടി ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അവന്റെ തലയ്ക്ക് ഓളമായിരിക്കാം, എന്തെങ്കിലും കാര്യം ആവട്ടെ. പക്ഷെ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ആസ് എ ബോഡി ബിൽഡർ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി ഏറ്റവും വലിയ വെയിറ്റ് എടുത്ത് ഉയർത്തി അപ്പുറത്ത് വയ്ക്കണമെന്നല്ല. അതിന് ലോഡിംഗ് കാര് ചേട്ടന്മാരുണ്ട്. പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നൊരു മോഷനിൽ ഒരു പെർഫെക്റ്റ് രീതിയിൽ നമ്മുടെ മസിൽ സ്റ്റിമുലസ് ഉണ്ടാക്കുന്ന വെയിറ്റ് സെലക്ട് ചെയ്ത് ചെയ്യണം. ആ വർക്കൗട്ടിൽ തന്നെ മനസ്സിലാക്കുക. അത് ചെസ്റ്റ് സപ്പോർട്ടഡ് ടീ ബാർ റോ ആണ്. ദീപം അതിൽ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്ത് എൽബോ ഡ്രൈവ് ചെയ്താണ് ബാക്കിലേക്ക് റോ ചെയ്യണത്. പക്ഷെ മറ്റേ പയ്യ അങ്ങനെയല്ല. ചെസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ ചെസ്റ്റ് അവിടെ നിന്ന് ലിഫ്റ്റ് ആവണോണ്ട് അവൻ കൈ കൊണ്ടാണ് വലിക്കുന്നത്. കൈ കൊണ്ട് റോ ചെയ്തിട്ട് കാര്യമില്ല. എൽബോ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഈ എൽബോ കൊണ്ട് ബാക്കിലേക്ക് പുള്ള് ചെയ്ത് വേണം നമ്മൾ എല്ലാ വർക്കൗട്ടും റോയിങ് മൂവ്മെന്റിൽ ചെയ്യേണ്ടത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഒരു വർക്കൗട്ടിൽ മാത്രമാണ് ഈ ഒരു ഉദാഹരണം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്തുമാത്രം വർക്കൗട്ട് ചെയ്യണുണ്ട്, അവിടെ എന്തുമാത്രം തെറ്റ് വരാം, അവിടെ എന്തുമാത്രം പെർഫെക്ഷൻ ആക്കിയാൽ നമുക്ക് അതിൽ നിന്നുള്ള റിസൾട്ട് എത്രമാത്രം കിട്ടും, ഇങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. അല്ലാതെ ചുമ്മാ പോയി വെയിറ്റ് എടുത്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറഞ്ഞ് മസിൽ വരില്ല. നിങ്ങൾ ഈ പലരും ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബോഡിക്ക് സ്റ്റിമുലസ് ഉണ്ടാക്കുന്ന വെയിറ്റ് കണ്ടുപിടിച്ച് ചെയ്യണം. ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് ആ മസിൽ സ്റ്റിമുലസ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ വെയിറ്റ് കൂടിപ്പോകും. അപ്പൊ നമ്മൾ ഈഗോ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഇടയിൽ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കണം. ആ വെയിറ്റ് നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ ഒരു വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യണ വെയിറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ചെയ്യണ വെയിറ്റ് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ്ങിനനുസരിച്ച് നിങ്ങൾ ആ സ്വീറ്റ് സ്പോട്ട് ഉള്ള വെയിറ്റ് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അവിടെയാണ് ടെക്നിക്ക് മാറ്റർ ആവണമെന്ന് പറയുന്നത്. നമ്മൾ ആ സ്വീറ്റ് സ്പോട്ട് ഉള്ള വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ടെക്നിക്ക് സൂപ്പർ ആവും. നമ്മുടെ ടെക്നിക്ക് സൂപ്പർ ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മസിലിന് അത് കറക്റ്റ് എഫക്റ്റീവ് ആയിട്ട് പിടിക്കും. എടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വർക്കൗട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ആ മസിൽ പിടിക്കാനെന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ഈഗോ കൊണ്ടോ നമ്മൾ അമിതമായിട്ടുള്ള വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ ആ സ്റ്റിമുലസ് അവിടെ കിട്ടണില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മസിൽ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഒരുപാട് മസിൽ ഗ്രൂപ്പ് ഉപയോഗിച്ച് ആ വെയിറ്റ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു, ഈ വെയിറ്റ് എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു. ഇതായിരിക്കും നിങ്ങൾ ജിമ്മിൽ ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ആ മസിൽ ക്വാളിറ്റി കിട്ടാതെ പോണത്. ചേട്ടാ എന്റെ ചെസ്റ്റ് ഷേപ്പ് ആവണില്ല, ചേട്ടാ എന്റെ ആസ് ഷേപ്പ് ആവണില്ല, ബൈസസ് ഷേപ്പ് ആവണില്ല. ഇതൊക്കെയാണ് അതിന്റെ കാര്യം. ഞാൻ പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടൂല. പക്ഷെ സത്യാവസ്ഥ ഇതാണടാ. ഇതിനെയാണ് പച്ച മലയാളത്തിൽ ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ വെയിറ്റ് അധികമായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി വരില്ല. അതുകൊണ്ടാണ് സീബമിന്റെ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. ടെക്നിക് മാറ്റേഴ്സ്, നോട്ട് വെയിറ്റ്. വെയിറ്റ് മാറ്റേഴ്സ് ആണ്, ബട്ട് നിങ്ങൾ അതിനുള്ള സ്ട്രെങ്തിലേക്ക് എത്തിച്ചേരണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സ്ട്രോങ്, ലിവ് സ്ട്രോങ്.